അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഹായ്. അപ്പം ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി കഴിച്ചാലോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ചിക്കൻ ബിരിയാണി കഴിച്ചവർക്കൊക്കെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇവിടെയാണെങ്കിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഏത് ടൈപ്പ് ഓഫ് ബിരിയാണീസ് ആണെങ്കിലും വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒന്നാണ്. പിന്നെ ഈ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി എന്ന് പറയുന്നത് മറ്റുള്ള ചിക്കൻ ബിരിയാണികളിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ പൊരിച്ച ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. പൊരിച്ച ഉള്ളിയെ നമ്മൾ ബിസ്ത എന്നാണ് പറയുക. പിന്നെ ചോറുണ്ടാക്കുന്നതും ദം ചെയ്യുന്നതും ഒക്കെ സെയിം മെത്തേഡ് തന്നെയാണ്, അതിലൊന്നും മാറ്റമില്ല. സെർവ് ചെയ്യുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യാറ്. മസാലയും റൈസും മിക്സ് ആക്കാതെ രണ്ടും രണ്ട് പ്ലേറ്റിലായിട്ടാണ് സെർവ് ചെയ്യാറ്. അപ്പം നമുക്ക് ഈ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 കിലോനടുത്ത് ചിക്കൻ ഉണ്ടാവും. ഒരു 8-10 പീസ് ചിക്കൻ ഉണ്ട്. മീഡിയം സൈസിലാണ് ഞാനിപ്പം കട്ട് ചെയ്ത് വാങ്ങിയത്. വലിയ പീസിനെക്കാട്ടിലും ഇതാവുമ്പം നമുക്ക് മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്കും പിടിച്ചു കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പം സവാള എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 7 സവാളയാണ് എടുത്തത്. അപ്പോൾ വലിയ സൈസ് ആയതുകൊണ്ട് 7 വേണ്ട, 6 എണ്ണം മതിയാവും. 3 എണ്ണം ബിസ്തയാക്കാനും, അതായത് പൊരിച്ചെടുക്കാനാണ്. പിന്നെ ബാക്കിയുള്ള 3 എണ്ണം മസാലയ്ക്ക് വേണ്ടിയിട്ട് വഴറ്റാനുമാണ്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് 4 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബിസ്തക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സ്ലൈസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലൈസർ ബ്ലേഡ് വെച്ചിട്ട് 3 സവാളയും നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പം പൊരിക്കാനായിട്ടുള്ള സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പം ഒരേ സൈസിലായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടുമല്ലോ. പിന്നെ മറ്റേത് നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ 3 സവാളയും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണെങ്കിൽ 4 എണ്ണമൊക്കെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ, 1 കിലോ ചിക്കന്. അപ്പം ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള സവാള കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ സവാള സ്ലൈസ് ചെയ്തതും അതുപോലെ കട്ട് ചെയ്തതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തതാണ്. വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഞാനിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൽ നിന്നും ഓരോ ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് തികയൂല ഇത്, അതുകൊണ്ട് ഞാൻ വേറെ തന്നെ ഒരു 15 പച്ചമുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മസാലയ്ക്ക് വേണ്ടിയിട്ടും ദം ചെയ്യാൻ വേണ്ടിയിട്ടും കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയുമാണ്. മസാലക്കും ചോറിനും വേണ്ടിയിട്ട് സ്പൈസസും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും വേണം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ് നേരിയ അരി എടുത്തിട്ടുണ്ട്. നമ്മൾ സ്വതവേ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പം ചെറിയ മണി അരിയാണ് എടുക്കാറ്. ഇതേപോലെ ജീരകശാല, കൈമ റൈസ് അങ്ങനെയുള്ള അരിയാണ് എടുക്കാറ്. ലോങ് റൈസ് ആയിട്ടുള്ള ബസ്മതി റൈസ് അങ്ങനെയുള്ളതൊന്നും തലശ്ശേരി ബിരിയാണിക്ക് എടുക്കൂല കേട്ടോ. പിന്നെ ഞാനിപ്പം ഈ ഒരു ഗ്ലാസ്സിലാണ് അരി ഞാനിപ്പം 4 ഗ്ലാസ് അളന്നെടുത്തത്. അപ്പം ഇതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 7.5 ഗ്ലാസ് വെള്ളം എടുക്കണം. അപ്പം നമുക്ക് ആദ്യം ബിസ്ത ഉണ്ടാക്കാം, അതായത് ഉള്ളി പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് 5-6 ടേബിൾ സ്പൂൺ ഓയിലും 4 ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല, പകുതി മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായി പൊരിഞ്ഞതിന് ശേഷം അടുത്ത ബാച്ച് കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് എവിടെയും പോയി കളയരുത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഉള്ളി പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ബ്രൗൺ കളർ ആയതിനു ശേഷം എണ്ണയിൽ നിന്ന് കോരാതെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടത്, ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റാം. പേപ്പറിലൊന്നും മാറ്റിയേക്കണ്ട, കാരണം ഇത് പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയി പോകും. ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുത്താൽ മതി. അപ്പം അവിടെ കടന്നുകൊണ്ട് തന്നെ ഒന്നുകൂടെ അത് കളറാവുകയും ചെയ്യും, അതുപോലെ നല്ല ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ ഉള്ളിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നന്നായി കോരി മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നട്ട്സ് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കാഷ്യൂ മാത്രമേ ഉള്ളൂ, അത് പൊരിച്ചെടുത്തിട്ടുണ്ട്. കിസ്മീസും ഉള്ളവർ അതും കൂടെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബിസ്തയും നട്ട്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓയിലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം.
പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ബിരിയാണി ഇല, സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മസാലയിലേക്ക് ഇതേപോലെ ഹോൾ സ്പൈസസ് ഇടുന്നതാണ് ആ ഒരു ടേസ്റ്റ്. ഗരം മസാല ഞാൻ ഇതിൽ ഇടുന്നില്ല, അതുകൊണ്ട്. ഇനി ഇത് നന്നായി മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 സവാള ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ടിട്ട് കൊടുക്കാം. അപ്പം ഈവൻലി എല്ലാം ഒരേപോലെ സോട്ടായി കിട്ടും. പിന്നെ ഈ സവാള ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായി വഴന്ന് കിട്ടുന്നത് വരെ വേറൊന്നും ഇട്ട് കൊടുക്കാതെ വഴറ്റിയെടുക്കണം. അപ്പം ഞാനിപ്പം ഈ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി സവാള ഒന്നുകൂടെ നന്നായി സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഈ സവാള സോഫ്റ്റായിട്ട് നല്ല ജ്യൂസിയായി അടിഞ്ഞ് വരണം. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരു 2 തവണ നമുക്ക് അടച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 5-8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവാള കണ്ടോ നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10ഓളം പച്ചമുളക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉള്ളത് കൊണ്ട് ചേർത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 കൂട് വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ഈ പച്ചമുളകിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായി സവാളയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാനിപ്പം സ്പ്രെഡാക്കി എല്ലാം നിരത്തി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ചിക്കനിലേക്ക് എല്ലാം ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു മസാല കൂട്ടുണ്ടല്ലോ, സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ച് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. ഇപ്പോൾ ഒരു 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. പച്ചമുളക് ക്രഷ് ചെയ്തപ്പം കുറച്ച് മിക്സി ജാറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാ ഭാഗത്തേക്കും നിരത്തിയിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ അടച്ചു വെക്കാം. അതിനുശേഷം മൂടി തുറന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി തക്കാളിയൊക്കെ ഒന്നങ്ങ് ഉടച്ചെടുക്കണം. എല്ലാം ഒന്നുകൂടെ നന്നായി മിക്സാക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി തുറന്നിട്ടെല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ആ സ്പൂൺ വെച്ചിട്ട് അങ്ങ് ഉടച്ചെടുത്താൽ മതി. ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. അതുപോലെ നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് ആ ചിക്കനിൽ പിടിച്ച് കിട്ടുകയും ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു 1/4 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഉപ്പ് ഞാൻ നേരത്തെ സവാളയിൽ ചേർത്തതാണ്, എന്നാലും പോരാത്തത് കൊണ്ട് ഇപ്പം കുറച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവയും കൂടെ അങ്ങ് വിതറി കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5-8 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു കുറഞ്ഞത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലിപ്പം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അടച്ച് വെച്ച് വേവിക്കുമ്പം വെള്ളം വറ്റാതെ വെന്ത് കിട്ടും. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പം ഈ വെള്ളം ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട. കാരണം നമുക്കിതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കാനുള്ളത് പൊരിച്ച ഉള്ളിയാണ്. ആ പൊരിച്ച ഉള്ളി ഈ ഒരു ചിക്കനിൽ പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ വേണം. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ മസാലയുടെ ആ വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് പിടിച്ച് കിട്ടിക്കോളും. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് പുളിപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1 മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മസാലയുടെ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത്, പിസ്ത ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്നങ്ങ് ക്രഷ് ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ, സ്റ്റീലിൻ്റെ പ്ലേറ്റിലിട്ടതുകൊണ്ട്. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഈ ഒരു ചിക്കൻ്റെ മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ നട്ട്സിൻ്റെ കൂടെ. ബാക്കിയുള്ളത് മുഴുവനും ഈ ഒരു മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി മുകളിൽ കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവ വിതറി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ഈ ചിക്കനിലേക്ക് അങ്ങ് കുഴച്ചെടുക്കാം. ഈ പൊരിച്ച ഉള്ളി നന്നായിട്ട് അങ്ങ് ഗ്രേവിയിൽ പിടിച്ചു കിട്ടിയാൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അതാണ് ഈ ഒരു ചിക്കൻ മസാലയുടെ കളറും ടേസ്റ്റും ആ ഒരു മറ്റു മസാലയിൽ നിന്നുള്ള വ്യത്യാസവും. അപ്പം ഈ ഒരു മസാലയിലേക്ക് നമ്മുടെ ആ പൊരിച്ച ഉള്ളിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് എല്ലാം മിക്സാക്കിയ ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. അങ്ങനെ ഞാനിപ്പം അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയും കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പം ഇനി എല്ലാം ഒന്ന് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൈസ് ഉണ്ടാക്കാം. അപ്പം ചോറുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. 4-5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ചൂടാകാനായി വെക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ബിരിയാണി ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി നേർമയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മീഡിയം സവാള ഒന്ന് നേർമയായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. സവാള ഒരുപാടങ്ങ് കളറായി ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഈ ഒരു ഗ്ലാസ്സിലാണ് 4 ഗ്ലാസ് അരി എടുത്തത്. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 7-7.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പം എനിക്കൊരു കൈക്കണക്കിന് ഞാൻ ചേർത്തതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. വെള്ളം തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം ഞാനിപ്പം അരി നന്നായി കഴുകിയെടുത്തിട്ട് വെള്ളം ഊറാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നോ എന്ന് നോക്കാം. വെള്ളം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള അരി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചോറ് വെന്ത് വരുമ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. ഒരു മുറി നാരങ്ങ നീര് ചേർത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതെന്ത് ചെയ്യാം, ചോറ് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. അതിനുശേഷം ഒന്ന് മൂടി തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ മൂടി തുറന്ന് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ചോറിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ചോറ് കുഴഞ്ഞിട്ടൊന്നുമില്ല, നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ മണിമണിയായിട്ടുണ്ട്. അപ്പം ഒന്ന് അടിതൊട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്, ഒന്നുകൂടെ ലെവൽ ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പം ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 20 മിനിറ്റാണ് ചോറ് വേവിക്കാനായി എടുത്തത്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ചോറ് വേവിച്ചെടുത്തത്. ഇപ്പം നമ്മുടെ ചോറും മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ദം ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പം ഞാനിപ്പം മസാലയുടെ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യാൻ വെക്കുന്നത്. വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റുന്നില്ല. അപ്പം മസാലയിലുള്ള ആ ഒരു ലീവ്സൊക്കെ അങ്ങ് എടുത്ത് കളയാം. ബേ ലീഫും ബിരിയാണി ഇലയൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് തന്നെ ചോറിട്ടിട്ട് ദം ചെയ്യാം. ഇതിപ്പം കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവ കുറച്ച് ഗരം മസാലയും ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്തതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ മസാലയുടെ മുകളിലേക്ക് ആദ്യം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മസാലയുടെ ഗ്രേവിയിൽ നിന്നും കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്രേവി കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ കിട്ടിയാൽ മതി. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് റോസ് വാട്ടറിൻ്റെ കൂടെ ഈ ഒരു ഗ്രേവിയും കുറച്ച് ഇട്ടിട്ട് മിക്സാക്കി എടുത്തിട്ട് അതാണ് ഞാൻ സാധാരണ ദം ചെയ്ത ശേഷം ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാറ്. അല്ലാതെ നമ്മൾ റോസ് വാട്ടറിലേക്ക് സഫ്രോണോ മഞ്ഞൾപ്പൊടിയോ ഫുഡ് കളറോ ഒക്കെ ചേർക്കും. ഞാനങ്ങനെ ചേർക്കാറില്ല. സഫ്രോൺ എൻ്റെ അടുത്തില്ല, പിന്നെ ഫുഡ് കളർ ചേർക്കാറില്ല. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ആ ചോറിനും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, നല്ലൊരു കളറും കിട്ടും. ഇനി നമുക്ക് ചോറ് ഈ മസാലയുടെ മുകളിലിട്ടിട്ട് ദം ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ചോറ് നന്നായിട്ട് ലെവലാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഇതിലേക്കിപ്പം മുഴുവൻ ചോറും ഇടൂല. ആ ഒരു പാത്രത്തിൻ്റെ കണക്കായിട്ടുള്ള ചോറ് എത്രയാണോ അതിട്ടിട്ട് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഈ പാത്രം മുഴുവനായിട്ടും ചോറ് വെച്ചിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ സഫ്രോൺ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മസാലയുടെ ഗ്രേവിയിലെ അതിലേക്കൊന്ന് മിക്സാക്കിയിട്ട് അത് ഈ ചോറിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഗരം മസാല മിക്സാക്കിയിട്ടുള്ള ആ ലീവ്സും അതുപോലെ പൊരിച്ച ഉള്ളിയും കാഷ്യൂവും കൂടെ ഇട്ടിട്ട് നന്നായി അങ്ങ് വിതറി കൊടുക്കാം. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് ദം ചെയ്യാം. ലോ ഫ്ലെയിമിലും ചൂട് കൂടുതലാണെങ്കിൽ അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ ഒന്ന്
ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി മസാലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ അങ്ങ് മുകളിലുള്ള ചോറിലേക്കും പിടിച്ചോളും. അങ്ങനെ 5 മിനിറ്റിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയി. ഇപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം പൊട്ടിക്കാം. അപ്പം ദം പൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചോറ് ദമ്മിട്ട ചോറ് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മസാലയിൽ നിന്നും മാറ്റിയെടുക്കണം. അപ്പം അതിനെയാണ് ദം പൊട്ടിക്കുക എന്ന് പറയുന്നത്. ഞാനിപ്പം നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ചോറിൻ്റെ ആ പാത്രത്തിലേക്ക് തന്നെ ഈ ചോറും അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. മസാല കാണുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോറ് അങ്ങ് എടുത്തിട്ട് മാറ്റിയേക്കാം. എന്നിട്ട് ഈ ചോറ് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ ചോറ് നല്ലൊരു കളറുണ്ട്, നല്ല ടേസ്റ്റും ആയിട്ടുണ്ട്, നല്ല ഫ്ലേവറും ഉണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. സാധാരണ ഈ മാഹി തലശ്ശേരി ബിരിയാണി ഒന്നും നമ്മൾ മസാല ഒരുമിച്ചങ്ങ് മിക്സ് ആക്കാറില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യാറ്. അതായത് ചോറ് ഒരു പാത്രത്തിലും മസാല വേറൊരു പാത്രത്തിലുമാണ് സെർവ് ചെയ്യാറ്. അപ്പം ഞാനിപ്പം വീഡിയോന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം രണ്ടും ഒരുമിച്ച് അങ്ങ് ഇടുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പം ചോറും മസാലയും സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പൊരിച്ച ഉള്ളിയും കാഷ്യും അതുപോലെ മല്ലിയില പുതിനയിലയൊക്കെ വിതറിയിട്ട് അലങ്കരിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് ചൂടോടെ കഴിക്കാം. അപ്പം ചൂടോടെ കഴിക്കുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പ്രത്യേകിച്ചും ആ പൊരിച്ച ഉള്ളിയൊക്കെ മസാലയിൽ കടന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഓഫ്, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പം എല്ലാവരും ഈ ഒരു ചിക്കൻ ബിരിയാണി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നോമ്പിൻ്റെ നാസ്തയായിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ബിരിയാണി സെർവ് ചെയ്താലോ? അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയൂ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ. ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പിൻ്റെ റെസിപ്പീസുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമുൻസ്.